ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് ശാന്തമായി സ്വസ്ഥാനത്തിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് വ്യക്തമായി വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. നമ്മെ നോവിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെ ഏറ്റവും അധികം വളർത്തിയിട്ടുള്ളത്. അതെ, നമ്മളെ അധിക്ഷേപിച്ച് കടന്നു പോയിട്ടുള്ളവരും നമ്മളെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളവരുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് നമ്മുടെ ശത്രുക്കളോട് എന്തെന്നില്ലാത്ത ശത്രുതയാണ്. നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരോട് നമുക്കും എന്തെന്നില്ലാത്ത വൈരാഗ്യവും പകയുമാണ്. അതെ, നമുക്ക് നമ്മുടെ ശത്രുക്കളോടും നമ്മുടെ എതിരാളികളോടുമുള്ള മനോഭാവം വളരെ വളരെ മോശമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ളത്. അതിനർത്ഥം നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഗുരുജനങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും നമ്മളെ വളർത്തിയിട്ടില്ല, സഹായിച്ചിട്ടില്ല എന്നുള്ളതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അതിനെയൊക്കെ തരണം ചെയ്യുവാനും ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കുവാനും നമ്മളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ശത്രുക്കളും നമ്മുടെ വിമർശകരും നമ്മുടെ എതിരാളികളുമൊക്കെയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ശത്രുക്കളോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരം ഉള്ളതായിരിക്കണം? അതിനുള്ള ഉത്തരമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. വചനം പറയുന്നു, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സഹോദരങ്ങളെ, 4 കാര്യങ്ങളാണ് ഈശോ നമ്മളോട് പറയുന്നത്. ശത്രുക്കളോടുള്ള നമ്മുടെ മനോഭാവത്തിൽ 4 കാര്യങ്ങൾ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. 1, അവരെ സ്നേഹിക്കുവിൻ. 2, നന്മ ചെയ്യുവിൻ അവർക്ക് വേണ്ടി. 3, അവരെ അനുഗ്രഹിക്കുവിൻ. 4, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കേൾക്കുമ്പോൾ എന്ത് എളുപ്പമാണല്ലേ! ഇതിനെക്കുറിച്ച്, ഈ വചനത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനും ഗ്രന്ഥങ്ങൾ എഴുതുവാനും ഒക്കെ വളരെ എളുപ്പമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വചനം പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് പകർത്തി എഴുതുമ്പോൾ മനസ്സിലാവും ഇത് എടുത്താൽ പൊന്താത്ത വലിയൊരു കുരിശാണെന്ന്. കാരണം ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മെ പരാജയപ്പെടുത്തിയവരെ തിരിച്ചു പരാജയപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു മനോഭാവം. നമ്മളോട് പകയുള്ളവരോട് തിരിച്ചു നമ്മൾ പക കാണിക്കുക, അതാണല്ലോ നമ്മുടെ എപ്പോഴുമുള്ളൊരു മനോഭാവം എന്ന് പറയുന്നത്. പക്ഷേ ഈശോ നമ്മളോട് പറയുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. തികച്ചും വ്യത്യസ്തമായൊരു സുവിശേഷമാണ് ലൂക്ക 6:27 ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ശത്രുക്കളോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമുള്ളതായിരിക്കണം? സ്നേഹമുള്ളവരെ, ശത്രുക്കളാണ് നമ്മുടെ ഏറ്റവും നല്ല ഹിതകാരികൾ, നമ്മുടെ ഏറ്റവും നല്ല ഉപകാരികൾ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബെനഫാക്ടേഴ്സ് നമ്മുടെ ശത്രുക്കളാണ്. നമ്മൾ ശത്രുക്കളെന്ന് മുദ്ര കുത്തുന്നവർ, നമ്മുടെ എതിരാളികളെന്ന് നമ്മൾ എപ്പോഴും കരുതുന്നവർ, അവരാണ് നമ്മളെ പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതും നമ്മളെ വളരുവാനായിട്ട്, ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ വളരുവാനായിട്ട് ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളതും. ഈ സത്യം മനസ്സിലാക്കുവാനായിട്ട് നാം ഇപ്പോൾ വായിച്ച ആ വചനഭാഗം, അതായത് ലൂക്ക 6:27-28 വചനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് കണ്ടെത്താം. മലയിലെ പ്രസംഗമാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്ന് പറയുന്നത്. മലയിലെ പ്രസംഗത്തിൽ ഈശോ ഉപവിഷ്ടനാകുന്നു. ജനമെല്ലാം ചുറ്റും കൂടി സാഗൂതം അവനെ ശ്രവിക്കുകയാണ്. അവരെങ്ങനെയാണ് ഈശോയെ ശ്രവിക്കുന്നതെന്നറിയാമോ? പണ്ടത്തെ ഇസ്രായേൽക്കാർ എപ്രകാരമാണോ മോശയെ ശ്രവിച്ചത്, അത്രമാത്രം ബഹുമാനത്തോടും അത്രമാത്രം പ്രതീക്ഷയോടും കൂടെയാണ് അവരും ഈശോയെ ശ്രവിക്കുന്നത്. അതെ, ഒരു പുതിയ മോശ, അതിൽ കവിഞ്ഞ് മറ്റാരെയും അവർക്ക് ഈശോയിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോശ ഇസ്രായേൽ ജനത്തെ ഒരു
പുറപ്പാട് യാത്രയിലൂടെ എങ്ങനെ വിമോചിപ്പിച്ചുകൊണ്ട് വഴി നടത്തിക്കൊണ്ട് വന്നുവോ, അതുപോലെ തന്നെ യേശുവും റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ആ അധീശ ശക്തിയുടെ കരങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെയും മോചിപ്പിക്കുമെന്ന് അവർക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ മോശ എപ്രകാരമാണ് അടിമത്തത്തിൽ നിന്നും, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പഴയ പുറപ്പാടിലൂടെ ജനത്തെ മോചിപ്പിച്ചത്, അതുപോലെ തന്നെ യേശുനാഥനും ഒരു പുത്തൻ പുറപ്പാട് യാത്ര വഴി, ഇംഗ്ലീഷിൽ എ ന്യൂ എക്സഡസ്, ഒരു പുത്തൻ പുറപ്പാട് യാത്ര വഴി തൻ്റെ ജനത്തെയും മോചിപ്പിക്കുമെന്ന് ജനത്തിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, അവരിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം യേശു അധികാരമുള്ളവനെ പോലെ സംസാരിക്കുന്നു, അവൻ്റെ വാക്കുകൾക്ക് ആഴമുണ്ടായിരുന്നു, അവനൊരു പ്രവാചകനെ പോലെ സംസാരിക്കുന്നു. ഏകദേശം 400 വർഷങ്ങളുടെ ചരിത്രത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കരുത്തനും പ്രബലനും ഒരു പ്രവാചക ശക്തിയുള്ളവനുമായൊരു വ്യക്തി വന്നിട്ട് ജനത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയിൽ, യേശു എന്ന ഈ പുതിയ പ്രവാചകനിൽ, യേശു എന്ന ഈ പുതിയ മോശയിൽ ജനത്തിന് വലിയ പ്രതീക്ഷയാണ്. എന്താണ് അവരുടെ പ്രതീക്ഷ? റോമാ സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്തെ ചെറുക്കുവാനായിട്ട് ഈ ചെറുപ്പക്കാരൻ തീരുമാനിച്ചാൽ, ഈ ചെറുപ്പക്കാരൻ മുൻകൈ എടുത്താൽ അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ തങ്ങളുടെ ശത്രുവായ റോമാക്കാരിൽ നിന്നും സ്വാതന്ത്ര്യവും വിടുതലും യേശു നേടിത്തരും എന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ മലയിലെ പ്രസംഗം ജനങ്ങൾ ഇരുന്ന് ശ്രവിക്കുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഈശോ അവരോട് സംസാരിക്കുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ റോമാക്കാരെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് റോമാക്കാരെ സ്നേഹിക്കും എന്നതിൻ്റെ അർത്ഥം? വചനത്തിൽ പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കാലഘട്ടത്തിലെ ശത്രുവാരായിരുന്നു? റോമാക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളായ റോമാക്കാരെ സ്നേഹിക്കുവിൻ, അവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട്. യഹൂദരെ മാത്രമല്ല, ആദിമ ക്രൈസ്തവ സമൂഹത്തെയും ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ഒരു സാമ്രാജ്യ ശക്തിയായിരുന്നു റോമാക്കാരുടെ എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പറയുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഒട്ടുമിക്ക വിശ്വാസികളും അത് ഹൃദയത്തിൽ സ്വീകരിച്ചു. യേശുവിൻ്റെ ആഹ്വാനം, ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി നന്മ ചെയ്യുക എന്ന യേശുവിൻ്റെ ആഹ്വാനം അവർ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അവരത് അവരുടെ ജീവിതത്തിൽ പരിശീലിക്കുകയും ചെയ്തു. അപ്പോൾ ശത്രുവിനെ തള്ളിക്കളയേണ്ടതിന് പകരം, ശത്രുവിനെതിരെ ഹൃദയത്തിൽ പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നതിന് പകരം ശത്രുവിനെ ആദിമ ക്രൈസ്തവ സമൂഹം എന്തെന്നില്ലാതെ സ്നേഹിക്കുന്നു. റോമാക്കാർക്കെതിരെ അവർ യാതൊരു തരത്തിലുള്ള പ്രക്ഷോഭമോ അല്ലെങ്കിൽ സായുധ വിപ്ലവമോ പുറപ്പെടുവിക്കുന്നില്ല. അതിന് ഫലമായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ആ ശത്രുക്കളുടെ റോമാ സാമ്രാജ്യത്തിൻ്റെ സിരാകേന്ദ്രമായിരുന്ന, അതെ, ഭരണസിരാകേന്ദ്രമായിരുന്ന റോമാ നഗരി കേന്ദ്രീകരിച്ചാണ് പിന്നീട് ക്രൈസ്തവ സമൂഹം വളരുന്നതും വളർന്ന് പന്തലിക്കുന്നതും. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ ശത്രുക്കളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത്. നമ്മുടെ ശത്രുക്കൾക്ക് മധ്യത്തിലാണ് ദൈവം നമുക്ക് വേണ്ടി വലിയ വിരുന്നൊരുക്കുന്നത്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ആ അധീശ ശക്തിക്കെതിരെ ക്രൈസ്തവർ ഒരിക്കലും പടപൊരുതുന്നില്ല. അവർക്കെതിരെ ചെറുത്തുനിൽപ്പ് മാത്രം നടത്തി അവരെ സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നത് വഴി അവർക്ക് മധ്യത്തിലാണ് ക്രൈസ്തവ സമൂഹം വളരുന്നതും ശക്തിയാർജിക്കുന്നതും. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ അതുതന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ ശത്രുക്കളെ ആക്രമിക്കുകയും അവരെ കൂടുതലായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് പകരം യേശുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മധ്യത്തിൽ നിന്ന് അവരോട് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി നന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ സമൂഹത്തിന് വളർച്ചയുണ്ടാകുന്നു, ക്രൈസ്തവ സമൂഹത്തിന് വളർച്ചയുണ്ടാവുകയും ചെയ്യുന്നു. വിശേഷേറെ സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മതപീഡനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിലും ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിൽ വിശ്വാസികൾക്കെതിരെ എന്തെന്നില്ലാത്ത അതിക്രമങ്ങളും ദുഷ്ടതയും മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ അവർക്കെതിരെ പടപൊരുതാതെ, അവരെ തിരിച്ച് ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കാതെ, ആ ശത്രുക്കൾക്കെതിരെ കൂടുതൽ ശത്രുതാ മനോഭാവത്തോടുകൂടി നിൽക്കാതെ അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രൈസ്തവ വിശ്വാസം വളരുന്നതും വളർന്ന് പന്തലിക്കുന്നതും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മെ നോവിപ്പിക്കുന്നവരാണ് നമ്മളെ കൂടുതൽ വളർത്തുന്നത്. നമ്മെ അധിക്ഷേപിക്കുന്നവരും നമ്മെ ഇല്ലാതാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നവരുമാണ്
നമുക്ക് വേണ്ടി എപ്പോഴും ഒരു ഗുരുസ്ഥാനത്ത് നമ്മൾ കരുതേണ്ടത്. സ്നേഹമുള്ളവരെ, ഇത് മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, പൂർവ്വകാലങ്ങളിൽ നമ്മെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചവരും നമ്മളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചവരും അവരൊക്കെയാണ് നമ്മുടെ യഥാർത്ഥത്തിലെ നല്ല അധ്യാപകരെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുസ്സഹമായ അവസരത്തിൽ, വെല്ലുവിളികൾ നിറഞ്ഞ അവസരത്തിൽ അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തിയും കൂടുതലായിട്ടുള്ള കെൽപ്പും നൽകിയത് നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് അവർക്കെതിരെ തിന്മയെ തിന്മ കൊണ്ട് ചെറുക്കാതെ നന്മ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 20-21 വചനങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വചനം പറയുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും ശത്രുക്കൾ എന്ന് മുദ്ര കുത്താറുണ്ട്. അവരെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. വചനം പറയുന്നത് പോലെ തിന്മയെ തിന്മ കൊണ്ട് നമ്മൾ ചെറുത്ത് നിർക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോഴെങ്കിലും ശത്രുക്കളിലൂടെ ദൈവം നമ്മുടെ മുൻപിൽ വിരുന്നൊരുക്കും. അതിനർത്ഥം ശത്രുക്കളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെന്നില്ലാത്ത കൃപകൾ നമ്മുടെ തമ്പുരാൻ വർഷിക്കുകയും ചെയ്യും. അതുതന്നെയാണ് സങ്കീർത്തനം 23-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത്, ശത്രുക്കളുടെ മധ്യത്തിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നു. എന്താണ് ഈ വിരുന്ന്? ശത്രുക്കളിലൂടെ എനിക്ക് ലഭിക്കേണ്ടുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ. അത് നമുക്ക് ധാരാളമായിട്ട് ലഭിക്കണമെങ്കിൽ ശത്രുക്കളോട് ശത്രുതയോടുകൂടി പെരുമാറുന്നതിന് പകരം, തിന്മയെ തിന്മ കൊണ്ട് ചെറുക്കുന്നതിന് പകരം ഈശോ പഠിപ്പിച്ച ആ 4 കാര്യങ്ങൾ, ആ 4 മനോഭാവങ്ങൾ നമുക്ക് നമ്മുടെ ശത്രുക്കളോട് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. എന്തൊക്കെയാണ്? അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി നന്മ ചെയ്യുക, അവരെ എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അപ്പോഴാണ് ശത്രുക്കളിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ശത്രുക്കളുടെ മുൻപിൽ അപ്പോഴാണ് ദൈവം നമുക്ക് ധാരാളമായി ഒരു വലിയ വിരുന്ന് ഒരുക്കുകയും ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് വീണ്ടും നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു ഇസ്രായേൽ. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഏറ്റവും അധികം ശത്രുക്കൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്നും ഉള്ള ഒരു വിഭാഗമാണ് ഇസ്രായേൽ രാജ്യം, അല്ലെങ്കിൽ പഴയ ഇസ്രായേൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈജിപ്തുകാർ അവരുടെ ശത്രുക്കളായിരുന്നു. റോമാക്കാർ അവരുടെ ശത്രുക്കളായിരുന്നു. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബാബിലോൺകാർ അവരുടെ ശത്രുക്കളായിരുന്നു. അസീറിയക്കാർ അവരുടെ ശത്രുക്കളായിരുന്നു. ഈ ശത്രുക്കൾക്കെതിരെ അവർ ശത്രുത വച്ച് പുലർത്തുന്നില്ല. ഈ ശത്രുക്കൾക്കെതിരെ അവർ വലിയ വിപ്ലവമായിട്ട് ഇറങ്ങി ചെല്ലുന്നില്ല. ചെറുത്തു നിൽക്കൽ മാത്രമാണ് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനസമൂഹവുമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ശത്രുക്കളുടെ മുൻപിൽ അവർക്ക് വിരുന്നൊരുക്കുന്നു. പലരും അവരെ ആക്രമിക്കുമ്പോൾ, പലരും അവരെ നിഷ്പ്രഭരാക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, തങ്ങളുടെ ദൈവമായ കർത്താവിൽ അവർ ആശ്രയിക്കുന്നു. ഏകസത്യ ദൈവമായ യാഹ്വയെ അവർ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം അവർക്ക് ആ ശത്രുക്കളിലൂടെ, ആ ശത്രുക്കൾക്ക് മധ്യത്തിൽ വലിയ വിരുന്ന് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതേണ്ട ഒരു സുവിശേഷ സത്യമാണ്, ഒരു വലിയ യാഥാർത്ഥ്യമാണിത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ, നമ്മളോട് ഇഷ്ടമില്ലാത്തവർ, നമ്മുടെ വിമർശകർ നമുക്ക് ചുറ്റും കൂടുമ്പോൾ, നമ്മൾ തിന്മ കൊണ്ട് തിന്മയെ ചെറുക്കുവാനായിട്ട് പരിശ്രമിക്കും. അവരെ നമ്മൾ ഇല്ലാതാക്കുവാനായിട്ട് പരിശ്രമിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശത്രു സംഹാരം, അല്ലേ? നമ്മളിൽ പലരും ശത്രു സംഹാരത്തിന് ഇറങ്ങിത്തിരിക്കാറുണ്ട്. അതുവഴി നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്നത്, ആ ശത്രുക്കളിലൂടെ, നമ്മുടെ എതിരാളികളിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന ചില കൃപകളുണ്ട്, ചില അനുഗ്രഹങ്ങളുണ്ട്. അവരോട് ക്ഷമിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമാവിധം തമ്പുരാൻ ഒരുക്കി വെക്കുന്ന ഒരു വിരുന്നുണ്ട്. ആ വിരുന്ന് ഉണ്ണുവാനായിട്ട്, ആ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ലഭിക്കുവാനായിട്ട് അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ കൊച്ചു ജീവിതം പരിശോധിക്കുമ്പോൾ, എൻ്റെ എളിയ ജീവിതത്തിൽ ഞാനിത് നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ വൈദിക പരിശീലന കാലയളവിൽ
എൻ്റെ ബന്ധുമിത്രാദികളിൽ ചിലരായിക്കൊള്ളട്ടെ, എൻ്റെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, പലരും എന്നെ ഒത്തിരിയധികം വിമർശിക്കുകയും എന്നെ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തു പറഞ്ഞിട്ടാണെന്നറിയാമോ? എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ സെമിനാരിയിൽ പോയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ നിരവധി പേര് ഒരു കാലത്തിനെ വിമർശിച്ചിട്ടുണ്ട്. എൻ്റെ വൈദിക പരിശീലന കാലയളവിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പേര് എന്നെ നിരവധി തവണ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഹൃദയം തകർന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ ഈശോയെ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ വിധത്തിൽ എന്നെ പരിഹസിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നെ ഈ വിധത്തിൽ ഇവർ വിമർശിക്കുന്നത്? എനിക്ക് ചുറ്റും നിരവധി ശത്രുക്കളുണ്ടല്ലോ എൻ്റെ കർത്താവേ എന്ന് ഞാൻ അറിയാതെ കരഞ്ഞു പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കതിലൊരു ഉത്തരമുണ്ട്. എന്താണ് ഉത്തരമെന്നറിയാമോ? ഈ ശത്രുക്കൾ, ഞാനൊരിക്കലും അവരെ ശത്രുക്കളെന്ന് വിളിക്കുകയില്ല, എന്നെ വിമർശിച്ചവർ, എന്നെ പരിഹസിച്ച എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, അവരിലൂടെ ഞാൻ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിച്ചു. അവരിലൂടെ, അല്ലെങ്കിൽ അവർ വഴിയായിട്ട് ഞാൻ ഒത്തിരിയധികം എളിമപ്പെടുകയും ചെയ്തു. അവരുടെ മുൻപിൽ ദൈവം എനിക്ക് വിരുന്നൊരുക്കിയത് എങ്ങനെയാണെന്നോ, എൻ്റെ ഈശോയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ അവരുടെ മുൻപിൽ എനിക്ക് വേണ്ടി വിരുന്നൊരുക്കിയത്. ഇന്ന് ഒരു പുരോഹിതനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നയിക്കുമ്പോൾ, പല പ്രതിസന്ധികളിലൂടെയും പല വെല്ലുവിളികളിലൂടെയും നടന്നു പോകുമ്പോൾ എനിക്ക് ഏറ്റവും അധികം കരുത്തു പകരുന്നത് അന്ന് എൻ്റെ വിമർശകരുടെ മധ്യയിൽ നിന്നുകൊണ്ട് ഞാൻ പഠിച്ച ഓരോ അധ്യായങ്ങളും, ഞാൻ പഠിച്ചെടുത്ത ഓരോ കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെ ശത്രുക്കളെന്ന് വിളിക്കുകയില്ല, എന്നെ പരിഹസിച്ചവരെന്ന് വിളിക്കുകയില്ല. എൻ്റെ ഗുരുക്കളാണ് എന്നെ വിമർശിച്ച ഓരോ വ്യക്തികളും. കാരണം അവരിലൂടെ എൻ്റെ തമ്പുരാൻ എനിക്ക് ധാരാളമായിട്ട് കൃപകൾ ചൊരിഞ്ഞു നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതാനുഭവം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വചനം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ, നാം ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത്, നമ്മുടെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെയും നമ്മുടെ ശത്രുപക്ഷത്തും നമ്മളെപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുന്നവരുമായ ചില വ്യക്തികളുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയ അവരെക്കുറിച്ച്. അവരോട് നമുക്ക് എന്തെന്നില്ലാത്ത വെറുപ്പാണ്, മലയാളത്തിൽ പറഞ്ഞാൽ ഭയങ്കര കലിപ്പാണ് അവരോട്, അല്ലേ? പക്ഷേ ഗാഠമായിട്ട് പക്വതയോടുകൂടി അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവരിലൂടെയും നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവരോട് ക്ഷമിക്കുവാൻ തുടങ്ങിയ ഓരോ നിമിഷത്തിലും ദൈവം കരുണയായിട്ട്, കൃപയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു വരികയും എൻ്റെ ജീവിതത്തെ യേശുനാഥൻ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ നമ്മൾ തളർന്നു പോകും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ബിക്കം ലെസ് പ്രൊഡക്റ്റീവ്. ഫലമണിയുവാനായിട്ട് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ശത്രുക്കൾ നമുക്ക് ചുറ്റും പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് എന്തെന്നില്ലാത്ത വേദനകൾ, എന്തെന്നില്ലാത്ത ആത്മവിശ്വാസക്കുറവ്, പരാജയങ്ങൾ പലപ്പോഴും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈശോയിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കാം. ഈശോയ്ക്ക് ചുറ്റും ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോഴാണ് ഈശോ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറുന്നത്, കൂടുതൽ ഫലമണിയുന്നത്. കൂടുതൽ ശക്തിയോടും കൂടുതൽ കരുത്തോടും കൂടി യേശു ക്രിസ്തു പല കാര്യങ്ങളും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എപ്പോഴാണെന്നറിയാമോ? ശത്രുക്കളുടെ സാന്നിധ്യത്തിലാണ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22 തിരുവചനം മുതലാണ് യേശുവും ബെൽസെബൂലും എന്ന ശീർഷകത്തിൽ നമ്മൾ വായിക്കുന്നൊരു വചനഭാഗമുള്ളത്. ഈശോ അന്ധനും ഊമനുമായ ഒരു പിശാചബാധിതനെ സുഖപ്പെടുത്തുന്നു. യേശു ഈ പിശാചബാധിതനെ സുഖപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന ഫരിസേയരും, അതായത് യേശുവിൻ്റെ ശത്രുക്കളെല്ലാം, യേശുവിനെ ആക്ഷേപിക്കുകയും അവിടുത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തു പറഞ്ഞാണ് ഈശോയെ അവർ കുറ്റപ്പെടുത്തിയെന്നറിയാമോ? പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് യേശുനാഥൻ ഈ അത്ഭുതങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് യേശുവിൽ അവർ കുറ്റം കണ്ടെത്തുകയും അവനെതിരെ കുറ്റാരോപണം നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈശോനാഥൻ അവിടെ പതറുന്നില്ല. ശത്രുക്കൾക്കെതിരെ തിന്മയെ തിന്മ കൊണ്ട് ചെറുക്കുവാനായിട്ട് ഈശോ പരിശ്രമിക്കുന്നില്ല. ആ ശത്രുക്കളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ഒരു വലിയ പ്രബോധനവുമായിട്ട് നമുക്ക് മധ്യേ കടന്നു വരുന്നത്. ഈശോ പറയുന്നു, പരിശുദ്ധാത്മാവിനായി എതിരായിട്ടുള്ള പാപം എന്താണ് എന്നതിനെക്കുറിച്ച്. വചനം പറയുന്ന ഇപ്രകാരമാണ്, മത്തായി 12:32. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്താണെന്ന് അതിനെക്കുറിച്ച് ഇതിനു മുൻപ് ഈശോ ഒരിടത്തും സംസാരിക്കുന്നില്ല. എന്നാൽ ആ പാപത്തെക്കുറിച്ച് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുള്ള സംഗതി തന്നെയാണ്. എന്നാൽ ഈശോ ഇത്ര മഹത്തായ പ്രബോധനവുമായിട്ട് നമ്മുടെ മധ്യേ കടന്നു വരുന്നത്
അവിടുത്തേക്ക് ചുറ്റും നിരവധി ശത്രുക്കൾ ഉള്ള സമയത്താണ്. കണ്ടോ, ശത്രുക്കൾ ഈശോയെ തളർത്തിക്കളയുന്നില്ല, മറിച്ച് ഈശോയ്ക്ക് കൂടുതൽ ശക്തി നൽകുന്നു. ഹി ബിക്കംസ് മോർ പ്രൊഡക്റ്റീവ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 53 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, യേശുനാഥൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു. നോക്കിക്കേ, സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുക എന്നതിനേക്കാൾ എന്ത് ദുഃഖമാണ് നമുക്കുണ്ടാവുക. പക്ഷേ സ്വന്തം നാട്ടിൽ ഈശോ അവഗണിക്കപ്പെടുന്നു നമ്മൾ കാണുന്ന മത്തായി 13-ാം അധ്യായത്തിന് ശേഷം നിങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ മധ്യഭാഗം തൊട്ടൊന്ന് വായിച്ചു നോക്കുക. ഈശോ പിന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് മാറുകയാണ്, കൂടുതൽ നന്മ ചെയ്യുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ ശക്തിയോടും കൂടുതൽ ഊർജത്തോടും കൂടെ ഈശോ പഠിപ്പിക്കുകയും പ്രബോധനവുമായിട്ട് നാടെങ്ങും ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു. സ്വന്തം നാട്ടിൽ താൻ തിരസ്കരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈശോ 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നത്. അതുമാത്രമല്ല, ജനത്തിന് മീതെ നടക്കുന്നത്, നിരവധി പേരെ സുഖപ്പെടുത്തുന്നത്, ഒടുവിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ അവിടുന്ന് വിജയപതാക നാട്ടിക്കൊണ്ട് ഉത്ഥാനം ചെയ്യുന്നത് പോലും സ്വന്തം ശത്രുക്കളുടെ മധ്യയാണ്. നോക്കുക, ശത്രുക്കളുടെ മധ്യയിൽ നിന്ന് എങ്ങനെ ഫലമണിയണം, അവരോടുള്ള മനോഭാവം എന്തായിരിക്കണം, അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനാണ് ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുനാഥന് കുരിശിൽ മരിക്കുന്ന ഒരവസരത്തിൽ ലൂക്ക 23:34 ശത്രുക്കളോടുള്ള തൻ്റെ ഏറ്റവും സുന്ദരമായ മനോഭാവം, പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട് യേശുനാഥൻ്റെത്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ശത്രുക്കളെ നിരന്തരം വെറുക്കുകയും ശത്രുക്കളോട് പകയും വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന പാപികളായ നമുക്കും യേശുവിൻ്റെ ഈ പ്രാർത്ഥന ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ, കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ശത്രുക്കളെ, നമ്മളെ വിമർശിക്കുന്നവരെ എല്ലാം യേശുനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.